കെ പി നൌഷാദിലെ ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ക്രൂഷ്യലായ ഒരു ഉപതെരഞ്ഞെടുപ്പുണ്ട്. 10 നിയമസഭാ സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ സീറ്റുകളിൽ രാജ്യത്ത് ഇന്ത്യ മുന്നണി കക്ഷികൾക്ക് അല്ലെങ്കിൽ BJP ഇതര കക്ഷികൾക്ക് വലിയ വിജയമുണ്ടായത് നിങ്ങൾക്ക് ബൂസ്റ്റാണ്, BJPക്ക് ക്ഷീണവുമാണ്. അവരത് പരിഹരിക്കാൻ ശ്രമിക്കും സ്വാഭാവികമായും. മറുവശത്ത് ഈ അമിത ആത്മവിശ്വാസം നിങ്ങൾക്ക് വരാം. ഇപ്പൊ നോക്കൂ, ഹരിയാന ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഹരിയാന ഇത്തവണ വളരെ മികച്ച പ്രകടനം ഇന്ത്യ മുന്നണി നടത്തിയ സ്ഥലവുമാണ്. ഹരിയാനയിൽ ആപ്പ് കോൺഗ്രസ് സഖ്യം ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഭഗവത് മാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പഞ്ചാബിന്റെ മുഖ്യമന്ത്രി. ഇന്നിപ്പോ കോൺഗ്രസിന് ഇന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, അവിടുത്തെ ഹരിയാനയിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കുമാരി ഷെൽജ, വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാവാണ്, ഇത്തവണ ജയിച്ച നേതാവാണല്ലോ, അവർ രംഗത്ത് വരികയാണ്. അപ്പോ മറുവശത്ത് BJP ഉത്തർപ്രദേശിൽ അവിടെ കേശവ് പ്രസാദ് മൗര്യ എന്ന് പറയുമ്പോ ഒന്ന് തലപൊക്കി തുടങ്ങുന്നതിനിടയിൽ നിങ്ങൾക്കിടയിലുമുണ്ട് അന്തചിത്രം. അല്ല, ഈ അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും വിയോജിപ്പുകളും ഒക്കെ എല്ലാ കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വളരെ കൃത്യമായിട്ട് പരിഹരിച്ച് തന്നെയാണ് ആ പാർട്ടി ഇന്നേവരെ മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതൊന്നും നടാടെ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇതിലേറെ മോശം സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ തവണ ഒരു സഖ്യകക്ഷിയുടെ സഹായത്തോടെ ഹരിയാനയിൽ മത്സരിച്ച BJPയെ കോൺഗ്രസ് എതിരിട്ടത്. 10 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് അവിടെ അന്ന് BJP സഖ്യം അധികാരം പിടിച്ചത്. അപ്പോൾ ഹരിയാനയുടെ കാര്യത്തിലൊക്കെ കോൺഗ്രസിന്റെ നീക്കുപോക്കുകൾ, കണക്കുകൂട്ടലുകൾ വളരെ ഭദ്രമാണ്. ഈ ഹിന്ദി ഹൃദയ ഭൂമികളിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ ഒരു BJP മുന്നേറ്റത്തിൻ്റെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ടുണ്ട്. അത്തരമൊരു കാലാവസ്ഥയെ അതിജീവിച്ചിട്ടാണ് ഹരിയാനയിൽ കോൺഗ്രസ് 10ൽ 5 സീറ്റുകൾ നേടിയത് എന്ന് അഭിലാഷിനെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭയിലേക്ക് വരുമ്പോൾ സമ്പൂർണ്ണമായിട്ട് കോൺഗ്രസ് അനുകൂലമാവുന്നത് വരും നാളുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമുക്ക് കാണാം. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഞാൻ UPയിലെ കാര്യം പറയുന്നത്, യോഗി ആദിത്യനാഥ് ോടും വലിയ തോതിലുള്ള എതിർപ്പ് പല കോണുകളിൽ നിന്നുള്ളതൊക്കെ അടക്കി വെക്കപ്പെട്ട നിലയിലായിരുന്നു. അതൊക്കെ പുറത്തേക്ക് വരികയാണ്. അവിടുത്തെ അപ്നാദളിന്റെ നേതാവ്, അവരുടെ സഖ്യകക്ഷി നേതാവ് വളരെ കൃത്യമായിട്ട് അഭിപ്രായം പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഭൂരിപക്ഷ ധ്രുവീകരണത്തിന് വേണ്ടി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങളെപ്പോലും ചവിട്ടി മെതിക്കുന്ന ഒരു സർക്കാരായിരുന്നു UPയിൽ കഴിഞ്ഞ ഇത്രയും നാളുകളായിട്ട് ഭരിച്ചു മുന്നോട്ട് വന്ന യോഗി ആദിത്യനാഥിന്റെ സർക്കാർ. ആർട്ടിക്കിൾ 21 പ്രകാരം ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിൽ സ്വന്തം കുടുംബത്തിലെ ആരെങ്കിലുമൊക്കെ പെറ്റി കേസുകളിൽ പെട്ടാൽ ആ കുടുംബത്തിൻ്റെ വീടും കിടപ്പാടും ഒക്കെ ഇടിച്ചു നിരത്തുന്ന ബുൾഡോസർ രാജിൽ അഭിരമിക്കുന്ന ഒരു സർക്കാർ. ബുൾഡോസറിൻ്റെ ചിഹ്നങ്ങൾ സ്വന്തം ദേഹത്ത് ചാപ്പ കുത്തുന്ന, ആ ചിഹ്നങ്ങൾ ഉയർത്തിപ്പിടിച്ച് തെരഞ്ഞെടുപ്പ് റാലികൾ നടത്തുന്ന, ബുൾഡോസറിലൂടെ ഞങ്ങളുടെ എതിരാളികളായ ഇന്ന സമുദായക്കാരെ ഇല്ലായ്മ ചെയ്തതിൻ്റെ നേട്ടങ്ങൾ ഉദ്ഘോഷിക്കുന്ന, ബുൾഡോസറിൽ വെച്ച് വീടുകൾ തച്ചു തകർക്കുമ്പോൾ BJP പ്രവർത്തകർ കൂട്ടം കൂട്ടമായിട്ട് വന്ന് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും മതകീയ ആലാപനങ്ങളൊക്കെ നടത്തുന്ന ഒരു പ്രത്യേക ഒരു ഈജിയൻ തൊഴുത്തായിട്ട് ആ പ്രദേശങ്ങളെയൊക്കെ BJP സർക്കാരുകൾ മാറ്റിയിട്ടുണ്ട്. യോഗി ആദിത്യനാഥ് ആ കാര്യത്തിൽ മാതൃക കാട്ടിയിട്ടാണ് അദ്ദേഹം മറ്റു സർക്കാരുകളെ അവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി അഭിലാഷിനോട് പറയാം. ഇവിടെ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ചെയ്യുന്ന അത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ അവരുടെ സഖ്യകക്ഷികളുടെ ഇടയിൽ നിന്ന് അഭിപ്രായം പൊങ്ങി വന്നിട്ടുണ്ട്. നിങ്ങൾ പാവപ്പെട്ടവരെ ഇടിച്ചു നിരത്തുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്കെതിരെ പൊരുതും പോരാടും എന്ന് സഖ്യകക്ഷി നേതാവാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 12 വർഷമായിട്ട് അവിടെ BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. അത് പാടെ മാറിമറിഞ്ഞിരിക്കുന്നു. 80:20 എന്ന അവരുടെ രാഷ്ട്രീയം അവിടെ അട്ടിമറിഞ്ഞിരിക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ കെൽപ്പില്ലാത്തൊരു സർക്കാർ എല്ലാ കാലത്തും വർഗീയത ഉൽപ്പാദിപ്പിച്ച് അതിജീവിക്കുകയില്ല എന്നുള്ള സന്ദേശമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മോട് വിളിച്ചു പറയുന്നത്. ആ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാഹചര്യം അവിടെ തുടരുന്നുണ്ട്. തീർച്ചയായിട്ടും അവിടെ നടക്കാൻ പോകുന്ന 10 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ അത് യോഗി ആദിത്യനാഥിന്റെ വാട്ടർലൂ ആയി മാറും. അത് കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടൊരു മുന്നേറ്റം അവിടെ ഇന്ത്യ മുന്നണിക്കുണ്ടാവും. ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അഭിലാഷേ. ഇവിടെ ഭരണഘടനാ വിരുദ്ധമായ
വർഗീയ കലാപങ്ങൾ ഉണ്ടായാൽ കലാപത്തിന് ഇരകളായ ആളുകളുടെ മേൽ കേസെടുക്കുന്ന, ഇവിടെ പൗരത്വ ബില്ലിനെതിരായുള്ള സമരത്തിൽ പിന്നെ ദേശീയ സുരക്ഷാ നിയമം പ്രയോഗിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഭരണകൂടമാണ് അവിടെ നിലനിൽക്കുന്നത്. അവിടെ കോടതിക്ക് വിലയില്ല, അവിടെ മറ്റ് ജുഡീഷ്യൽ തീർപ്പുകൾക്ക് വിലയില്ല. അവിടെ FIR ഇടുന്നു, ആളുകളുടെ കടയും വീടും ഒക്കെ ഇടിച്ചു നിരത്തുന്നു. അതിന് ഇരയായവരിലെ 95% ഒരു ന്യൂനപക്ഷ സമുദായമാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത് 80-20 പൊളിറ്റിക്സിന്റെ ഒരു അടിസ്ഥാന ശിലയായിട്ട് അവർ കരുതി വെച്ചതാണ്. ആ രാഷ്ട്രീയത്തിന് മേൽ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇത്തരക്കാരുടെ തോൽവിയുടെ കഥകൾ അവിടെ ആരംഭിക്കുകയാണ്. ആ തോൽവിയുടെ കഥകൾ ആരംഭിക്കുമ്പോൾ ഏകഛത്രാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ ശബ്ദങ്ങൾ ഉയർന്നു വരും. അഖിലേഷ് സിംഗ് യാദവ് പറഞ്ഞതുപോലെ BJP-ക്കകത്ത് തന്നെ ഓപ്പറേഷൻ ലോട്ടസ് അവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ നാൾ വഴികൾ എത്തരത്തിൽ ഉരുത്തിരിയും എന്നുള്ളത് നമുക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കാം അഭിലാഷ്. അത്രമാത്രം.